ശ്രീ പി സി ജോർജ്, നോക്കൂ, ഇത് വല്ലാത്തൊരു ആസൂത്രണത്തിൻ്റെ ഭാഗമാണെന്ന് കരുതേണ്ടി വരും. പാളി സ്വർണം പൂശി നൽകിയവർ അത് സ്വർണമെന്ന് ആവർത്തിക്കുന്നു. അത് ഏറ്റുവാങ്ങിയവർ ചെമ്പെന്ന് പിന്നീട് പറയുന്നു. ഈ ദേവസ്വം ബോർഡിന് കൃത്യമായ പങ്കില്ലേ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഒരു മാഫിയ സംഘത്തിന്റെ തലവനായി ഇങ്ങനെ വിലസിയതിന് പിന്നിൽ സംശയമില്ലാത്ത ഉത്തരമാണ് ഈ ചാനലിൽ നിന്ന് പറഞ്ഞ എന്റെ അഭിപ്രായം. കാരണം ദേവസ്വം ബോർഡ് അറിയാം ഇതുപോലെ നടക്കൂ. ഞാനവിടെ പോയിട്ടുള്ളതാണ്, അവിടെ സംവിധാനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇത് അമ്മനും ആശാനും ഇല്ലാതെ കൊള്ളയിരിക്കില്ല എല്ലാം കൂടെ. ഇത് ആര് ചോദിക്കാൻ, ആര് പറയാൻ? നേർച്ചപ്പണം എത്തുന്നത് പോലും കൊള്ളയാ. ഇതും സമഗ്രമായ ഒരു അന്വേഷണം മാത്രമല്ല, ആ അന്വേഷണത്തിന് ശേഷം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് വിശ്വാസികൾ തന്നെ മുൻകൈ എടുക്കണം. ഞാനിത് നേരത്തെ പറഞ്ഞൊരു കാര്യം പറയാം, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. ക്രിസ്ത്യാനി പള്ളിയുണ്ട്, അവരെ പള്ളി വരുന്ന നേർച്ചയും ഇടപാടിലും പള്ളി വിഹാരിച്ചിലും കൈക്കാരന്മാരും പള്ളിയാ. മുസ്ലിങ്ങളുടെ പള്ളിയുണ്ട്, ആ പള്ളിയുടെ ഭരണം കംപ്ലീറ്റ് വസ്തുക്കളും ഭരണം പള്ളി കമ്മിറ്റിയാ. ഇവിടുത്തെ ഏറ്റവും പ്രബല സമുദായമായ ഹൈന്ദവ സമൂഹത്തിന്റെ ക്ഷേത്രങ്ങളിൽ ഗവൺമെന്റ് ഭരിക്കുക. മനസ്സിലായില്ലേ? ഇത് എന്തുകൊണ്ട് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, രാജകുടുംബം മുഴുവൻ കൂടി രാജഭരണത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് വന്നപ്പോ രാജാവ് എന്റെ കൈവശം ഉണ്ടായിരുന്ന എല്ലാം ഗവൺമെന്റിലേക്ക് കൊടുത്തു. അതുപോലെ ക്ഷേത്രങ്ങളും ഗവൺമെന്റിനായി. ഇത് മാറ്റണ്ടേ? ഇത് മാറ്റണം. വിശ്വാസികളുടേതായ ഒരു കമ്മിറ്റി ഉണ്ടാവണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആര്? ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ആരാ? ഏതെങ്കിലും ഒരു കൊള്ളക്കാരനെ നിശ്ചയിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ആ നിലയ്ക്ക് ഇത് വലിയ ഒന്ന് ആലോചിച്ച്, എത്ര കോടി രൂപയുടെ മോഷണമാണ് നടന്നിരിക്കുന്നത്? ആർക്ക് കണ്ടെത്താൻ പറ്റും? ഇനി എങ്ങനെ കണ്ടെത്തിയാൽ തന്നെ എങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റും? ഇവിടെ പന്തളം രാജകൊട്ടാരത്തിന് ഞാനതും ബന്ധപ്പെട്ടതാ. ഞാൻ നിയമസഭാ കമ്മിറ്റി രാജകുടുംബത്തിൽ പോവുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു പോയത്. അതിന്റെ വിശ്വാസത്തിലേക്കൊന്നും ഞാനിപ്പോ കിടക്കുന്നില്ല, കമ്മിറ്റിയുടെ തീരുമാനമല്ലേ. ഞാൻ പറഞ്ഞത് ഇത്രമാത്രം കൊള്ള, ഞാൻ അന്നും പറയുന്നത് കൊള്ളയാ. അന്ന് ഞാൻ അവർക്ക് ഗുരുവായൂർ എന്നപ്പം ഗുരുവായൂരും പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം ഗുരുവായൂർ എന്നപ്പം അവിടെ നേർച്ച കുറ്റികൾക്ക് മുഴുവൻ തലേ ദിവസം തന്നെ ഞാൻ ആള് വിട്ട് ഒരു നമ്മുടെ നിയമസഭാ കമ്മിറ്റി ഉദ്യോഗസ്ഥനെ അയച്ചു. അദ്ദേഹം പോയി മുഴുവൻ കണക്കെടുത്ത് നേർച്ച കുറ്റിക്ക് സ്ഥലവും നോക്കി കംപ്ലീറ്റ്. ഞാൻ പിറ്റേ ദിവസം കമ്മിറ്റിക്ക് അവിടെ ചേർത്തു. ഞാനവിടെ ഒരു ക്രിസ്ത്യാനി ഗുരുവായൂർ അന്വേഷിക്കാൻ ചെല്ലുന്നത് വലിയ വെള്ളമായിരുന്നു. ഞാൻ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ട് എന്റെ കൊടുത്തത്. അതാ രസം. നിയമസഭാ കമ്മിറ്റിയല്ലേ. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങളെ നന്മയ്ക്ക് വേണ്ടി വന്നതാണ്. അന്ന് തീരുമാനം അന്ന് വരെ നമുക്ക് ലോക്കറ്റ് പോലും ഇല്ല, സ്വർണ്ണ ലോക്കറ്റ് ഗുരുവായൂരപ്പന്റെ ഇല്ലായിരുന്നു. ആലോചിച്ചേ. കാരണം എന്റെ ഒരു സഹോദരി പറഞ്ഞില്ല, ഒന്ന ലോക്കറ്റ് ഗുരുവായൂരപ്പന് മേടിച്ചിട്ടുള്ളത്. ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അതില്ല. അന്ന് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ലോക്കറ്റ് നിർമ്മിക്കാൻ തുടങ്ങി ഗുരുവായൂര് പോലെ. നമ്മുടെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ നിയന്ത്രണം ആരുടെ കൈവശവും ഇല്ല. ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഓരോ വ്യക്തികളെ കയറി ഭരിക്കുകയല്ലേ. നമുക്കിത് മാറ്റണം. ഇത് മാറ്റണം. ഇത് ഒരു വലിയ വികാരമായി, ഹൈന്ദവന്റെ വികാരമായി മാറ്റണം. ഞാനിത് പറയും, വർഗീയത പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ഞാനിങ്ങനെ പ്രസംഗിച്ചു എന്നും പറഞ്ഞ് എന്റെ പേര് കേസുണ്ട് തിരുവനന്തപുരത്ത്. അത് വേറെ കാര്യം. പിണറായി വിജയൻ കേസ് എടുക്കട്ടെ. എത്ര കേസ് ഒമ്പാണ്ടോണ്ടിരിക്കും, അത് എനിക്ക് പ്രശ്നമല്ല. എന്നാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഹിന്ദു സമൂഹം ശ്രദ്ധിക്കണ്ടേ? ഹൈന്ദവ സഹോദരങ്ങളെ ക്ഷേത്രങ്ങളിൽ കേരളം കയറി ഭരിക്കേണ്ട കാര്യമല്ല. ഇപ്പൊ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ അല്ല നമ്മുടെ ശബരിമല ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് PCOറിനെ വെച്ചാൽ PCOറാണ് ഭരിക്കുന്നത്. എന്ത് ന്യായമുണ്ട്? ഹൈന്ദവ വിശ്വാസത്തിന് ഒരു വിലയില്ലേ? അതുകൊണ്ട് അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതായത് ഈ ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഈ ഭക്തരെ ഏൽപ്പിക്കൂ, വിശ്വാസികളെ ഏൽപ്പിക്കൂ ക്ഷേത്രങ്ങളുടെ ഭരണം എന്നാണ്. അത് ഒരിക്കൽ കൂടി പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് ഈ സംഭവങ്ങളെല്ലാം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കാരണം ജി സുധാകരൻ മുൻ ദേവസ്വം മന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു, ശബരിമലയിലെ പണം മോഷ്ടിക്കാൻ മനസ്സുള്ളവർ രാഷ്ട്രീയ പ്രതിനിധികളായി ദേവസ്വം ബോർഡിലേക്ക് വരുന്നു എന്ന്. അല്ലെ, സുധാകരൻ പറയുന്നത് കേരളം കണ്ട ഏറ്റവും നല്ല അഴിമതിനെതിരെ സത്യസന്ധനായ മന്ത്രിയാണ് സുധാകരൻ. ആ സുധാകരൻ പറഞ്ഞ് അംഗീകരിക്കണ്ടേ? സുധാകരൻ സത്യമല്ലേ പറഞ്ഞത്? ഞാൻ സുധാകരന് വളരെയേറെ ബഹുമാനവും ആദരവുള്ള ഒരാളാണ്. PCOറ എന്ന വ്യക്തി മാത്രമല്ല,
രാഷ്ട്രീയമായി അദ്ദേഹത്തിന് വലിയ ആദരവുണ്ട്. സത്യസന്ധനായ ഒരു ഭരണാധികാരിയാണ്. അങ്ങനെ ദേവസ്വം ബോർഡിനെ പറ്റി പറയാൻ കറക്റ്റ് അല്ലേ? ഒരു സംശയം വേണ്ട, സഡൻ ആക്ഷൻ ഉണ്ടാവണം. ഈ കട്ടപ്പന മുഴുവൻ പിടിക്കാനുള്ള എൻക്വയറി നടക്കണം. ആ എൻക്വയറിയോടൊപ്പം തന്നെ ആ അന്വേഷണം കൊണ്ട് ഒരു കാര്യമില്ല. നമ്മുടെ അന്വേഷണ റിപ്പോർട്ടെല്ലാം ഇങ്ങനെ നമ്മുടെ മന്ത്രിമാരുടെ ഷെൽഫിൽ ഇരിപ്പുണ്ട്, പല ഉണ്ട്. അന്വേഷണ റിപ്പോർട്ട് വരിക മാത്രമേ അതോടൊപ്പം പാരലായി നടപടികൾ ഉണ്ടാവണം. ആ നടപടി ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഭരണം മുഴുവൻ അതത് മേഖലയിലെ ഹൈന്ദവ വിശ്വാസികളെ വിളിച്ചു കൂട്ടി ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കണം. കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളും അങ്ങനെ ചെയ്യണം. അതാണ് അതിന് ശരി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രം നേർച്ച ഇല്ലെങ്കിൽ അപ്പൊ ഇവര് പറയുന്നത്, ഞാനന്ന് ഇടപെട്ടപ്പം ഗവൺമെന്റ് നിയമസഭയ്ക്കകത്ത് തർക്കം ഉണ്ടായത്, അതുകൊണ്ട് അതും കൂടെ പറഞ്ഞേക്കാം. ഇവിടുത്തെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾക്ക് നിത്യനിദാന ചെലവിന് പണമില്ല. അപ്പൊ ശബരിമലയിലെ പണമാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. അതാണ് പ്രശ്നം എന്നാണ് അന്ന് പറഞ്ഞത്. ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്ന മറുപടി നിയമസഭയ്ക്കകത്ത് ഒരു കാര്യമില്ല അതിനകത്ത്. ഇനിയാണേലും ദേവസ്വം ബോർഡ് ജനങ്ങളെ ഏൽപ്പിച്ചാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടാൽ അവരുടെ ആവശ്യപ്രകാരം പണം കൊടുക്കാമല്ലോ. ഞാൻ അവർക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിന്ന് പല ക്ഷേത്രങ്ങൾക്കും കാശ് കൊടുത്തത് ഞാൻ തന്നെ നിർബന്ധിച്ച് മേടിച്ചു കൊടുത്തത് എനിക്കറിയാം. അതുകൊണ്ട് ഇനിയാണെങ്കിലും ചെയ്യാം. ഗുരുവായൂർ ക്ഷേത്രം പോലെ, അതുപോലെ തന്നെ ശബരിമല ക്ഷേത്രം, ശബരിമലയിൽ എത്ര കോടി ജനങ്ങൾ വരുന്ന ആർക്കും അറിയില്ല. വിദേശ രാജ്യങ്ങളിൽ തന്നെ 30ഓളം വിദേശ രാജ്യങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തന്മാർ അവിടെ വന്ന് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ കോടികൾ അവിടെ നേർച്ചയായിട്ട് കിട്ടുന്നത്. ഇത് ആര് ചോദിക്കാൻ, ആര് പറയാൻ? ഇത് എടുത്തുകൊണ്ട് പോകാൻ ആർക്കും സ്വാതന്ത്ര്യമില്ലേ? ഇതിങ്ങനെ പോയാക്കൂ. അവിടെ എന്നെ ഒരു വാവരി ചാവി, അങ്ങനെ ആ ചരിത്രം പോലും തെറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാവരി സ്വാമി എന്ന് പറഞ്ഞ ആളെ അങ്ങനെ എരുമേലിയിൽ നിന്ന് കൊണ്ടുപോയെന്നൊക്കെയാണ് അന്ന് ഐതിഹ്യം പറഞ്ഞത്. ഞാൻ പിന്നീട് പഠിച്ചപ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെ ഒരു വാവരി സ്വാമി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പഠിക്കട്ടെ. ദേവസ്വം ബോർഡ് പുതിയ രൂപം ഹൈന്ദവ സമൂഹത്തെ പഠിക്കാൻ അവസരം കൊടുക്കുക. അങ്ങേർക്കും അവിടെ പോകുന്ന വഴിക്ക് ഇരിക്കുക ചില്ലറ മേടിച്ചുകൊണ്ട്. വാവരി സ്വാമി എന്ന വീടാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഈ അരിമേലിക്കാരൻ എൻ്റെ ഒരു സുഹൃത്താണ് അവിടെ വാവരി സ്വാമിയായിട്ട് പോകുന്നത്. ഇവിടെ നേടിച്ച് കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ട് അവിടെ ഇരുത്തും, കൈ നീട്ടും. പുള്ളി ഈ ഇച്ചിരി പൊടിയെടുത്ത് കൈ കൊടുക്കും. 10,000 രൂപ വെച്ച് വീതം. 1000, 2000, 10,000 ഒക്കെ വന്ന് നേർച്ച. വാവരി സ്വാമി എന്നോട് പറഞ്ഞു, വല്ല സുഖമാന്ന് പറയും, പറഞ്ഞ് കേട്ടല്ലെങ്കിൽ അവിടെ തന്നെ പോണെന്ന് എന്നോട് അന്ന് പറഞ്ഞു. അങ്ങനെ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. ഒന്ന് ആലോചിച്ച്, ഇതുപോലെ വിശ്വാസികളെ കളിപ്പിക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് ഹൈന്ദവ വിശ്വാസികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്ത് ക്ഷേത്രം മുഴുവൻ അവർ ഏറ്റെടുക്കണം. അവരുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി അവിടെ ഉണ്ടാവണം. ആ കമ്മിറ്റി വളരെയധികം നന്ദി ശ്രീ PC ജോർജ് പ്രതികരിച്ചതിന്. ഏതായാലും ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞത് സ്വർണം തന്നെയെന്ന് വ്യക്തമാകുമ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത് സർക്കാരാണ്, ദേവസ്വം ബോർഡാണ്. കുത്തഴിഞ്ഞ സംവിധാനമാണ് ദേവസ്വം ബോർഡിലേത് എന്ന് വ്യക്തമാണ്. ദേവസ്വം ബോർഡ് ആസൂത്രണം ചെയ്തത് പലതുണ്ട് എന്ന് തെളിയുന്നുണ്ട്.